അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ വലിയ ഒരു ആഗ്രഹം സാധിച്ച, എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായ ദിവസമാണ് മിനിഞ്ഞാന്ന് ഡിസംബർ മാസം 2-ാം തീയതി. വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ കാണാൻ വേണ്ടി എൻ്റെ മനസ്സുകൊണ്ട് വല്ലാതെ സ്നേഹിച്ചിട്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് കണ്ണുകൊണ്ട് കാണണം, ഒന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുന്നത് ഏകദേശം മാസങ്ങളും വർഷവുമായി. എന്നാൽ ഇനിയും മാസങ്ങൾ കഴിയണം അദ്ദേഹത്തിനെ കാണാൻ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ്, അദ്ദേഹം ഉള്ളത് നാട്ടിലാണ്. അപ്പൊ ഇനിയും ഞാൻ നാട്ടിലേക്ക് പോകാൻ ചില മാസങ്ങളുണ്ട്, എന്നാൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തിനെ കാണൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായതാണ്. എന്നാൽ പടച്ച റബ്ബ് മിനിഞ്ഞാന്ന് 2-ാം തീയതി അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു തന്നു. സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തിൽ തന്നെ. അദ്ദേഹം ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളായിരിക്കും, കാരണം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ അദ്ദേഹം ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്ന വലിയ ഒരു പണ്ഡിതനാണ്. വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ, ആ ഉസ്താദിന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ കിതാബ് നോക്കിയിട്ട് മസ്അല പറയാൻ ഗഡ്സുള്ള പണ്ഡിതൻ. അദ്ദേഹം അങ്ങനെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. വലിയ വലിയ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഇങ്ങനെ വലിയ വലിയ ആളുകളെ പറയുമ്പോൾ ഉസ്താദ് ഉപയോഗിക്കുന്ന വാക്കാണ് ഗഡ്സുള്ള പണ്ഡിതൻ എന്ന്. ആ ഒരു വാക്ക് ഉസ്താദിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. കാരണം അത്രയും പാണ്ഡിത്യമുള്ള, വെറും കിതാബ് ഓതി പഠിച്ച് പണ്ഡിതനായത് എന്നല്ല, കിതാബ് ഓതി പഠിച്ച് വീണ്ടും മുത്താല ചെയ്ത് എവിടെയെങ്കിലും ഒരു കിതാബ് ഉണ്ട് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ഏത് രീതിയിലെങ്കിലും ആ കിതാബ് സ്വന്തമാക്കിയിട്ട് അതിൽ നിന്നുള്ള മസ്അല മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഓതിയ കിതാബിന്റെ ഒന്നും പേര് പോലും ഈ ജാഹിലായ എനിക്കെന്നല്ല, ഇൽമ് പഠിച്ച പണ്ഡിതന്മാർക്ക് പോലും കിട്ടാത്ത പല കിതാബുകളും അദ്ദേഹം ഓതിയിട്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദാണ്. കൂടുതൽ പറഞ്ഞാൽ ഉസ്താദിന് അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. ഈ വീഡിയോ ഉസ്താദ് കാണാൻ ഇടവരും. അതുകൊണ്ട് കൂടുതലായ ഒന്നും ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ആരാണ് എന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ബഹുമാനപ്പെട്ട അസ്ലമി ഉസ്താദ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചില കിതാബും അതുപോലെ തന്നെ വാള്യങ്ങളും പറയാറില്ലേ, അതില് 90% എന്നല്ല, ഞാൻ പറയുന്ന എല്ലാ മസലകളും ഏകദേശം ഉസ്താദ് പറഞ്ഞു തരുന്ന അറിവാണ്. ഉസ്താദ് പറഞ്ഞു തരുമ്പോ ഒരു മസ്അല പറയുമ്പോ അത് ആര് പറഞ്ഞു, ഏത് കിതാബിൽ പറഞ്ഞു, വാള്യങ്ങളിലുള്ള കിതാബാണെങ്കിൽ ഏത് വാള്യത്തിൽ പറഞ്ഞു, ഏത് പേജിൽ പറഞ്ഞു, ഏത് ബാബിൽ പറഞ്ഞു, ഏത് മസ്അല പറയുന്ന അവസരത്തിൽ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് ലഫ്ള് വായിച്ച് അർത്ഥം വെച്ച് തരുന്ന, ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ്. ഉസ്താദിന്റെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അത്രത്തോളം നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പൊ ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇനി നാട്ടിൽ പോയാൽ മാത്രമേ ഉസ്താദിനെ കാണാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ഉസ്താദ് വരുമെന്നോ ഉസ്താദിനെ കാണാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ പടച്ച റബ്ബ് അതിനുള്ളൊരു വഴി ഒരുക്കി തന്നോന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഈമാനോടെ അന്തസ്സോടെ അഭിമാനത്തോടെ നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് ഇൽമുകൾ പറഞ്ഞു തരാനും നമുക്കത് പഠിക്കാനും ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഉസ്താദിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ, ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാൻ ഒരു ഫോട്ടോ കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ കണ്ടോ, ബാക്കിൽ കാണുന്ന ആ കിതാബുകള് ആരും ഒരു പ്രാവശ്യം ചോദിച്ചു പോലും അത് കമ്പ്യൂട്ടറിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയതാണോ എന്ന്. അല്ല, അത് ഉസ്താദിന്റെ കിതാബുകളാണ്. അപ്പൊ മനസ്സിലാവുമല്ലോ എത്രത്തോളം പാണ്ഡിത്യമുള്ള ആളാണെന്നുള്ളത്. എന്നാൽ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഉള്ള ആ ഒരു വിനയം, അതങ്ങനെയാണല്ലോ, ഇൽമുള്ള ആളുകളാണല്ലോ അത്രത്തോളം വിനയം കാണിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു തവാളു, ആ ഒരു താഴ്മ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ, ഉഖ്റവിയായ പണ്ഡിതനിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഉസ്താദിന് ഒരുപാട് ഇൽമ് നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് ആ ഇൽമുകളൊക്കെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി തരുമാറാവട്ടെ. അന്തസ്സോടെ അഭിമാനത്തോടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുകയും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിലും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.